നടൻ കലാഭവൻ മണിക്ക് ഗുരുതരമായ കരൾ രോഗമായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കരൾ പൂർണ്ണമായും തകരാറിലായിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ശരീരത്തിൽ കണ്ടെത്തിയ മറ്റ് രാസവസ്തുക്കൾ മരുന്നുകൾ മൂലമാകാമെന്നും റിപ്പോർട്ടിലുണ്ട്. മെഥനോളിന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ ആന്തരിക അവയവങ്ങളുടെ കൂടുതൽ പരിശോധനാ ഫലം ലഭിക്കണം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. ദിൽജിത്ത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റു വിവരങ്ങളും. സൗമ്യ, പോസ്റ്റ്മോർട്ടം പൂർത്തിയാകുമ്പോൾ പ്രാഥമികമായി പുറത്തുവരുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി കലാഭവൻ മണിക്ക് ഗുരുതരമായ കരൾ രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിദഗ്ധ ഡോക്ടർമാർ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം. കലാഭവൻ മണിക്ക് ഗുരുതരമായ കരൾ രോഗം മൂർച്ഛിച്ച് മൂർധന്യാവസ്ഥയിൽ എത്തിയിരുന്നു. കരളിനുള്ളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രത്യേകതരം രോഗാവസ്ഥയായിരുന്നു കലാഭവൻ മണിക്ക് ഉണ്ടായിരുന്നത്. ഇതുമൂലം ശാരീരിക പ്രവർത്തനങ്ങൾ, കരളിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരിക്കാം എന്നാണ് ഇപ്പോൾ നിഗമനത്തിൽ എത്താൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ മറ്റു ചില രാസവസ്തുക്കളുടെ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു. ഈ രാസവസ്തുക്കൾ കലാഭവൻ മണി സ്ഥിരമായി ലിവർ സിറോസിസിനായി, കരൾ രോഗത്തിനായി കഴിച്ചിരുന്ന മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ തന്നെയാണെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ മെഥനോൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് തന്നെ അയക്കണമെന്നുള്ള തീരുമാനം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ തീരുമാനിച്ചത്. അത്തരത്തിലാണ് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വാർത്തകളും എല്ലാം പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ആ മെഥനോളിന്റെ സാന്നിധ്യം ഉറപ്പാക്കുക എന്നതാണ് ഈ ദുരൂഹതയെ പറ്റിയുള്ള അന്വേഷണത്തിൽ ഏറ്റവും പ്രഥമമായി ചെയ്യേണ്ടത്. അത്തരത്തിൽ മെഥനോളിന്റെ സാന്നിധ്യം ശരീരത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്നാണ് പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ആന്തരിക അവയവങ്ങൾ, കലാഭവൻ മണിയുടെ കരൾ, വൃക്ക തുടങ്ങിയ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ കാക്കനാട് ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ പരിശോധനാ ഫലങ്ങൾ ലഭിക്കുന്നതിലൂടെ 2 ദിവസത്തിനുള്ളിൽ ഈ വിദഗ്ധമായ പരിശോധനാ ഫലം പുറത്തുവരും. അത്തരത്തിൽ വരുന്ന ഔദ്യോഗികമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കലാഭവൻ മണിയുടെ ശരീരത്തിൽ മെഥനോളിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തീരുമാനം അല്ലെങ്കിൽ ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അഥവാ മെഥനോളിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുകയാണെങ്കിൽ അതിന്റെ എത്ര തോതിലാണ് ഉണ്ടായിരുന്നത്, അതിന്റെ തീവ്രത സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരികയും വളരെ ചെറിയ അളവിലാണെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കാം സംഭവിച്ചിരിക്കുക എന്നും, എന്നാൽ വളരെ കൂടുതലാണെങ്കിൽ അത് അത്തരത്തിൽ മെഥനോളിന്റെ ഗാഢതയേറിയ മെഥനോൾ ഏത് രീതിയിലാണ് ശരീരത്തിൽ എത്തിച്ചേർന്നത് എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഏതായാലും ദുരൂഹത നീങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവസാനിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. ഏതായാലും മെഥനോളിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള പരിശോധനാ ഫലമാണ് ഇനി പുറത്തു വരേണ്ടത്. അതാണ് ഈ കേസിൽ, ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന്റെ മുമ്പോട്ടുള്ള ഗതിയെയും നിർണ്ണയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ രാസപരിശോധനയ്ക്കായി കലാഭവൻ മണിയുടെ ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ടുകൾ 2 ദിവസത്തിനകം ലഭ്യമാകും. ഇതിനിടെ ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചാലക്കുടി, ചേരാനല്ലൂർ പോലീസുകൾ സംയുക്തമായി ഇപ്പോൾ കലാഭവൻ മണിയുടെ സുഹൃത്തുക്കളായ 5 പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. നടനും മിമിക്രി കലാകാരനുമായ ജാഫർ ഇടുക്കി ഉൾപ്പെടെ 5 പേരെയാണ് ഇപ്പോൾ അവരിൽ നിന്നാണ് മൊഴി എടുത്തിരിക്കുന്നത്. ചാലക്കുടി പോലീസ് ഇവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഭവം നടന്നത് കലാഭവൻ മണിയെ അബോധാവസ്ഥയിൽ, ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയത് ശനിയാഴ്ചയായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ജാഫർ ഇടുക്കിയും മാനേജർ ജോബിയും ഒരു ചിത്രത്തിന്റെ കഥ പറയുന്നതിന് വേണ്ടി കലാഭവൻ മണിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ സമയത്ത് കലാഭവൻ മണിയുടെ സുഹൃത്തുക്കളായ ഡോക്ടർ സുമേഷ്, വിപിൻ തുടങ്ങിയ ആളുകളും മണിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് അവർ അന്ന് നടത്തിയ കൂടിക്കാഴ്ചയും അന്ന് നടത്തിയ സംസാരത്തിന്റെയും എല്ലാം അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ചാലക്കുടി പോലീസും
ചേരാനല്ലൂർ പോലീസും സംയുക്തമായി നടന്മാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ശേഖരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മെഥനോളിന്റെ സാന്നിധ്യം ഉറപ്പാക്കുകയോ അല്ലെങ്കിൽ കണ്ടെത്തുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് കേസിന്റെ മുമ്പോട്ടുള്ള ഗതി നിർണ്ണയിക്കപ്പെടുക. ദിൽജിത്ത്, ആദ്യം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അത് നമുക്ക് ലഭിക്കുന്ന ആ ഒരു പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന് പൂർണ്ണമായല്ല, പക്ഷേ പ്രത്യേകിച്ച് മരുന്നിന്റെ അംശമായിരിക്കാം രാസവസ്തുക്കളുടെ ഒരു കണ്ടന്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത, മറ്റ് പ്രശ്നങ്ങളില്ല, ഓൾറെഡി കരൾ രോഗം ഗുരുതരമായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്ന സൂചനകൾ ലഭിക്കുമ്പോൾ പോലീസ് പറയുന്ന ഈ അസ്വാഭാവികത അത് പൂർണ്ണമായും മാറിയിട്ടില്ല എന്ന് തന്നെ വേണോ കരുതാൻ? തീർച്ചയായും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്ന കലാഭവൻ മണി അത്തരത്തിൽ ശനിയാഴ്ച വൈകിട്ടോടു കൂടി തന്നെ കലാഭവൻ മണി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്നെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നില്ല. ഇന്നലെ അദ്ദേഹത്തിന്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമാകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരത്തിൽ മണി ഗുരുതരാവസ്ഥയിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത്. ആ സമയം വരെ ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ ഗുരുതരാവസ്ഥയിലായ മണിയുടെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നില്ല. പോലീസിന് മാത്രമാണ് ആശുപത്രി അധികൃതർ ഇത്തരം വിവരങ്ങൾ കൈമാറിയിരുന്നത്. കാരണം അബോധാവസ്ഥയിലായ മണിയുടെ ശരീരത്തിൽ മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഇത് സംശയകരമായ സാഹചര്യത്തിലാണ് പോലീസ് ഈ സംഭവം മണിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഔട്ട് ഹൗസ് ഉൾപ്പെടുന്ന ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ആശുപത്രി അധികൃതർ വിവരങ്ങൾ കൈമാറിയിരുന്നത്. ആ ഒരു സംഭവമാണ് ഗുരുതരമായി അല്ലെങ്കിൽ ഒരു ദുരൂഹത അവശേഷിപ്പിച്ച് നിന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ദുരൂഹത നിലനിൽക്കുന്ന അടിസ്ഥാനത്തിലാണ് മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം ശരീരത്തിൽ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന തീരുമാനത്തിൽ ഡോക്ടർമാർ എത്തിച്ചേർന്നത്. തുടർന്നാണ് കലാഭവൻ മണിയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വിദഗ്ധ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ അതിന്റെ സാങ്കേതികത്വങ്ങൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കുന്ന പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായ ഉടനെ സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ നിരാകരിക്കാനോ കഴിയുന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തലല്ല ഇത്. അതിനുവേണ്ടി രാസപരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് ഡോക്ടർമാരുടെ സ്ഥിരീകരണം. ആ രാസപരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയാണ് മണിയുടെ കരൾ, വൃക്ക തുടങ്ങിയ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കാക്കനാട്ടെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുന്നത്. തീർച്ചയായും അതിന്റെ അത്തരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം മെഥനോളിന്റെ സാന്നിധ്യം സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം ഫോറൻസിക് ലാബിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാവും ഈ കേസിലെ ദുരൂഹത നീങ്ങുകയോ അല്ലെങ്കിൽ ദുരൂഹതയെ തുടർന്നുള്ള അന്വേഷണത്തിലേക്ക് നയിക്കുകയോ ചെയ്യപ്പെടേണ്ടത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ആ മെഥനോളിന്റെ സാന്നിധ്യം തെളിയിക്കപ്പെടുന്നതുവരെ കേസിന്റെ ദുരൂഹാവസ്ഥ അതുപോലെ തന്നെ തുടരും എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുക. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്.